ഇനി ഇവരെ നന്നാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അവര് ഒരിക്കലും തെറാപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ കൺസൾട്ടേഷനോ കൗൺസിലിംഗ് ഇതിനൊന്നിനും അവർ വരില്ല. പിന്നെ വരുന്ന ചില കേസുകൾ ഉണ്ടായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇദ്ദേഹം സഹകരിക്കുന്നുണ്ട്, ഇദ്ദേഹം അത് ചെയ്യുന്നുണ്ട്, അതായത് അതും മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് ആയിരിക്കും വരുന്നത്. ചില സമയത്തുണ്ടല്ലോ, അതായത് ഭാര്യക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സപ്പോർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു വിക്ടിമായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും. സോ ഒരു അഭിനയ സിംഗമായിരിക്കും ഈ NPD എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇദ്ദേഹം NPD ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ട്രൈറ്റ്സ്, സ്വഭാവങ്ങൾ, അവർ ഏത് സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യും, NPDയെ കുറിച്ചിട്ട് നിങ്ങൾ ഫുൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ നിങ്ങളുടെ ഹീലിംഗ്, സെൽഫ് ലവിലോട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു NPD ഉള്ള വ്യക്തിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട്, ബോൾഡ് ആയിട്ട് നിങ്ങൾ വളരണം. നിങ്ങൾ നല്ല സ്ട്രോങ് ആണെന്നും ബോൾഡ് ആണെന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ നല്ല ശേഷിയുണ്ടെന്നുള്ളതും ഈ NPDക്ക് മനസ്സിലാവണം. നിങ്ങളെ തൊട്ടാല് പൊള്ളുമെന്ന് മനസ്സിലായാൽ മാത്രമേ ഇദ്ദേഹം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുള്ളൂ. പക്ഷെ നിങ്ങളെ തൊട്ടാ പൊള്ളുമെന്ന് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കും. ശരിക്കും ഈ NPD എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഭയങ്കര സ്ട്രോങ്ങും ബോൾഡൊന്നും അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഇങ്ങനെ അടിമയായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോലും ഇദ്ദേഹം സമ്മതിക്കൂല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇതിന് ഭീഷണിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുള്ളൂ. സോ അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയിൽ നിന്നൊന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ വേണമല്ലോ. പക്ഷെ ഈ NPD ആയിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും വരുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പോലത്തെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ പെട്ടുകിടക്കുമ്പോഴല്ല അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് ആലോചിക്കണം. പെട്ടുകിടക്കണമെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഒരു പെട്ടുകിടക്കലായിരിക്കും. നമ്മളല്ലാത്ത സമയത്ത് തന്നെ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ വേണം, ജീവിക്കാൻ എന്തൊക്കെ ടൂൾസും ടെക്നിക്കൊക്കെ വേണമെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല സമയത്തിൽ തന്നെ നമ്മളതൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അപകടം വരുമ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനെപ്പോഴും ഇങ്ങനെ NPD ഉള്ളവരോട് പറയാറുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ പ്രതീക്ഷ കൈവെടിയരുത്. നമ്മൾക്ക് അതിതീവ്രമായിട്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ സ്വയം ചെയ്യേണ്ടതുണ്ട്, അത് നമ്മൾ സ്വയം ചെയ്യുക. വേറെ കുറെ ഹെൽപ്പുകൾ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇനി നമ്മളുടെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ സമയത്തിനനുസരിച്ച് തെളിഞ്ഞു വരും. നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് പറ്റും.